ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്ലാൻ അഥവാ ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലുമാണ്. പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യഹോവയായ ദൈവം നമ്മളോടുകൂടെ വസിക്കുന്ന ആ ദിവസം മുതലാണ് ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്, പ്രിപ്പറേഷൻ. The program of the Lord God has not yet started. This is only the preparatory stage. We are just preparing. परमेश्वर का प्रोग्राम अभी तक शुरू नहीं हुआ. परमेश्वर अभी उसके लिए तैयारी कर रहा है. മനസ്സിലാക്കുവാനായി ഉദാഹരണമായി ഈ കെട്ടിടം ഇവിടെ പണിയുന്ന, ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ വകയായി ഈ കെട്ടിടം പണിയുന്നു. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാനായി ഇങ്ങനെ പറയുകയാണ്. ഈ കെട്ടിടം പണിയുന്നതിന് മുൻപ് നിങ്ങളുടെ ഭാവനയും നിങ്ങൾക്ക് ഓർക്കാം. ഈ കെട്ടിടം പണിയുന്നതിന് മുമ്പേ വസ്തുവൊക്കെ മേടിച്ചു, കോമ്പൗണ്ട് ഉണ്ടാക്കി, അതിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി കാണും. ആ ഷെഡിനകത്ത് സിമെൻറ്റും ഇരുമ്പും മറ്റുള്ള സാധനങ്ങളെല്ലാം വയ്ക്കും. അതുപോലെ താൽക്കാലികമായിട്ട് അവിടെ താമസിച്ച ആഹാരമൊക്കെ ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. എന്നാൽ ഈ കെട്ടിടം പണിത് കഴിഞ്ഞതിന് ശേഷം, ഇതിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇതിൻ്റെ ഇനാഗ്രേഷൻ വരുന്നതിന് മുൻപേ ആ ഷെഡ് അങ്ങ് എടുത്ത് മാറ്റും. ഷെഡ് എടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ചെടികളോ പുഷ്പങ്ങളോ എന്തെങ്കിലും വെച്ചത് ഭംഗിയുള്ളതാക്കി തീർക്കും. അതുപോലെ പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കുന്നതിന് മുൻപേ ഈ ഭൂമിയെയും ഈ ആകാശത്തെയും ദൈവം മാറ്റിക്കളയും. 102-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണല്ലോ. 102-ാം സങ്കീർത്തനത്തിൻ്റെ 25-26, Psalm 102 verse 25 and 26 ഒന്ന് വായിച്ചാൽ. ആ ആ ആ ആ ഈ ഭൂമിയെ, ഇന്ന് നാം കാണുന്ന ഭൂമിയെ ആകാശത്തെയും എല്ലാം ഒരു പഴയ വസ്ത്രം പോലെ കർത്താവ് മാറ്റിക്കളയാൻ പോകുകയാണ്. ഇന്ന് പേപ്പർ തുടരെ വായിക്കുന്നവരും സയൻറ്റിഫിക്കലായിട്ട് കുറച്ച് അറിവുള്ളവരും ഒക്കെ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നത് എന്താണ്, 2012 വരെ ഈ ലോകം ഇങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് തീർച്ച പറയാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത്. 2012, ഇന്നിപ്പോൾ 2009, 2009. അവർ പറഞ്ഞത് 2012 വരെ ഈ ഭൂമി ഇങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം ഞാൻ ഒക്ടോബർ മാസം ആന്ധ്രയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ട്രെയിനിലിരുന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പേപ്പർ വായിക്കുകയായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു, ഹീലിയോസ്ഫിയർ, നമ്മുടെ സൂര്യന് കീഴിലായി ഹീലിയോസ്ഫിയർ എന്ന് പറഞ്ഞൊരു ഗ്യാസ്, ഒസോണിനെ കൂടാതെ ഹീലിയോസ്ഫിയർ ഒരു ഗ്യാസ് ഉണ്ട്, ഒരു ഗ്യാസിൻ്റെ ഒരു മണ്ഡലമുണ്ട്. അത് ഗലാക്റ്റിക് റേസ്, ഈ നമ്മൾ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ വലിയ സൂര്യന്മാരുണ്ട്, എത്രയോ വലിയ നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ ഗലാക്റ്റിക് റേസ്, ആ രശ്മികൾ ഭൂമിയിലേക്ക് വന്നാൽ വളരെ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഈ ഹീലിയോസ്ഫിയർ ബബിൾ, അതാണ് അതിനെ തടഞ്ഞിട്ട് നമുക്ക് ആരോഗ്യമുള്ളത് മാത്രം വിട്ടുന്നു. അവർ പറഞ്ഞു, നാസായും മറ്റുള്ള സയൻറ്റിസ്റ്റ് എല്ലാം കണ്ടുപിടിച്ചത് അതിൻ്റെ 25% തീർന്നുപോയി. ആ മുഴുവൻ ഭൂമിയുടെയും ഇതിൽ നിന്ന് 25% എന്തായിപ്പോയി, തീർന്നുപോയി. മറ്റുള്ളത് എത്രയും വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. നാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 15-16 അധ്യായത്തിൽ വായിക്കുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് സൂര്യനിൽ ചൂട് കൂടി ഭൂമിയിൽ ദഹിക്കുന്നതായ അന്തരീക്ഷമുണ്ടാകും. അത്ര വലിയ ചൂട് കൂടും. അതുപോലെ ഇവർ പറഞ്ഞത്, ഇങ്ങനെ പലവിധ രോഗങ്ങൾ വരാൻ പോകുന്നു, ആ രോഗങ്ങൾക്കൊരു നിവാരണവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇത് സയൻറ്റിഫിക്കലായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്, ഈ പഴയ വസ്ത്രം പോലെ എന്തു ചെയ്യും, ഈ ഭൂമിയെ മാറ്റിക്കളയും. നാം 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് ഈ വിരോധി എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് 7 വർഷം ഈ ഭൂമിയുടെ അവസ്ഥ വളരെ
മോശമായ നിലയിലായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുൻപേ അവിടെ ഇവിടെയൊക്കെ ഒരു ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായി ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തും. അതിനുശേഷമാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിയുന്നതോടുകൂടെ ഈ ഭൂമിയെയും ആകാശത്തെയും എന്നേക്കുമായി മാറ്റും. അപ്പോൾ എത്രയും വേഗം കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അഥവാ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം വായിക്കുന്നല്ലോ, പഴയ നിയമ അല്ല ആദിമകാലത്തെ വിശുദ്ധന്മാർ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? 2 പത്രോസ് 3 അധ്യായം അതിൻ്റെ 13 വാക്യം വായിച്ചാട്ട്. 2 पत्रोस 3 अध्याय उसका 13 पद. पहले सदी का लोग किसके लिए इंतजार कर रहे थे? किस बात के लिए इंतजार कर रहे थे? इस पृथ्वी तो नाश होने जा रहा है. हाँ, അതിൻ്റെ 13 വായിച്ചാട്ട്. 3:13 2 പത്രോസ് 3:13. 2 Peter chapter 3 verse 13 വായിച്ചാട്ട്. നാം ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപേ ദൈവമക്കൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി. എന്നാൽ ഇന്നത്തെ ദൈവമക്കൾ എന്താ? കർത്താവേ, എനിക്ക് കുറച്ചുകൂടെ വസ്തുവും കുറച്ചുകൂടെ വീടും കുറച്ചുകൂടെ കെട്ടിടങ്ങളും ഒക്കെ കിട്ടിയാൽ മതിയല്ലോ എന്നുള്ളതായ താല്പര്യമാണെന്ന് പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് തെറ്റല്ല, ഭവനങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല. എന്നാൽ നമ്മുടെ പ്രത്യാശ ആദിമകാലത്തെ വിശുദ്ധന്മാർ എന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്? പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനു വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത് എവിടെയാണ്? പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. അവിടെ ആ പ്രോഗ്രാമിൽ വലിയവനായ ദൈവം നമ്മളോട്, ഇപ്പം ഞാൻ ഒരു വലിയ മനുഷ്യനല്ല, എന്നാൽ ഞാൻ ജമ്മുവിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് സ്വപ്നമല്ലല്ലോ, ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യമാണല്ലോ. അതുപോലെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളാൽ വിശേഷതയുള്ളവരൊന്നുമല്ല, എന്നാൽ അതുപോലൊരു യാഥാർത്ഥ്യമാണ് പുതിയ യെരൂശലേമിൽ പിതാവാകുന്ന ദൈവവും പുത്രനാകുന്ന ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവവും നാം ഒന്നിച്ചൊരുപോലെ വസിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നിത്യത തുടങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ല. ദൈവത്തെ ആരാധിക്കാൻ എത്രയോ ദൂതന്മാരുണ്ട്. परमेश्वर मनुष्य को अपना स्वरूप में बनाया, परमेश्वर का इबादत करने के लिए नहीं, आराधना करने के लिए नहीं, आराधना करने के लिए कितने स्वर्गदूत है. എന്നാൽ തന്നോടുകൂടെ തന്നെ പോലെയായി വസിക്കുന്ന ഒരു കൂട്ടം ജനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യപ്രകാരവും സൃഷ്ടിച്ചത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, കർത്താവേ, നീ എൻ്റെ തലവേദനയും എൻ്റെ വയറ്റുവേദനയും എൻ്റെ രോഗങ്ങളെല്ലാം ഒന്ന് മാറ്റി, എൻ്റെ കുടുംബ പ്രയാസങ്ങളൊക്കെ മാറ്റി എനിക്ക് സുഖമായി അങ്ങ് ജീവിച്ചാൽ മതി, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പ്രിയ സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ സന്തോഷമായി കുറച്ച് നാൾ പാർപ്പിക്കാനല്ല, വല്ല വിധത്തിൽ നമ്മളിലുള്ളതായ മാലിന്യങ്ങളെല്ലാം മാറ്റി അവനെ പോലെ ആക്കി അവൻ്റെ അടുക്കൽ കൊടുക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയിട്ട് വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടി, ആ പുതിയ ഭൂമിയിലെ വാസത്തിന് വേണ്ടി ഒരുക്കുകയാണ് കർത്താവിൻ്റെ ഉദ്ദേശം. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും അങ്ങ് പ്രയാസം കൂടാതെ മക്കൾ പരീക്ഷയൊന്നും തോക്കരുത്, അവരുടെ കല്യാണവും നല്ല ഭംഗിയായിട്ട് നടക്കണം, പ്രയാസങ്ങളൊന്നും ഉണ്ടാകരുത്, ജോലിയും ഭംഗിയായിട്ട് നടക്കണം, കർത്താവിൻ്റെ കാലം ധരിക്കുമ്പോൾ അങ്ങ് ചെന്ന് കയറണം. സഹോദരി, അതല്ല. അതിനുവേണ്ടിയല്ല വലിയവനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ നമ്മളെ അവൻ്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? അവനെ പോലെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയോഗ്യരാകുന്ന നമ്മൾക്ക്, ഒരു യോഗ്യതയില്ലാകുന്ന നമ്മൾക്ക് ഇത്ര ശ്രേഷ്ഠവേറിയ പദവി തരുവാൻ വേണ്ടിയാണ് യഹോവയായ ദൈവം നമ്മെ തൻ്റെ സാദൃശ്യപ്രകാരവും തൻ്റെ സ്വരൂപപ്രകാരവും സൃഷ്ടിച്ചത്.
परमेश्वर हमको अपना समानता में, अपना स्वरूप में इसलिए बनाया ताकि हम उसके समान बने।